ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ അമേരിക്കയിൽ സാന്റിയാഗോയിൽ ഒരു വെടിവെപ്പ്, ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഈ വെടിവെപ്പ് നടന്നത്. ആ പള്ളിയുടെ ക്യാമ്പസിലാണ് വെടിവെപ്പ് നടന്നത്. രണ്ട് ചെറുപ്പക്കാരാണ് തോക്കുമായിട്ട് വന്ന് വെടിവെച്ചത്. ഈ തോക്കുമായിട്ട് വന്നവർ നോൺ മുസ്ലിംസ് ആണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വന്നിട്ട് ഒരു മുസ്ലിം മോസ്കിൽ കയറി വെടിവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 9/11 ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്ത തീവ്രവാദികൾ ഈ മോസ്കിൽ നിന്നാണ് അവർ അവസാനമായിട്ട് പിരിഞ്ഞത്. അപ്പം ഈ യുവാക്കളുടെ ഇടയിൽ ഈ വിഷയം ഒരു റേഷണൽ ചിന്താഗതിയോട് സ്പാർക്കായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ആ മോസ്കിൽ വന്നിട്ട് വെടിവെച്ചത്. പക്ഷെ എന്നാലും അത് മോശപ്പെട്ടൊരു പ്രവൃത്തിയായിപ്പോയി. 9/11 കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആ മോസ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. ഈ വിഷയവുമായിട്ട് കോൺട്രോവേഴ്സിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു മോസ്കാണിത്. അപ്പോൾ ആ മോസ്കിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് ശരിക്കും അമേരിക്കയുടെ തോക്ക് കൾച്ചർ, ഇതാണ് ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇതിനു മുമ്പും ഈ വെടിവെപ്പ് നടത്തിയ ഈ ചെറുപ്പക്കാരിൽ ഒരാൾ തോക്കെടുത്തുകൊണ്ട് ഇതിനു മുമ്പ് വീട്ടിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. പിന്നീട് വീട്ടുകാർ തെരഞ്ഞു പിടിച്ച് എവിടെ നിന്നൊക്കെയോ കണ്ടെത്തി കൊണ്ടുവന്നു. ചെറിയ പ്രായത്ത്, ഇപ്പം തന്നെ ചെറിയ പ്രായമാണ്, ഇനി ഇതിൽ കൂടുതൽ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ എവിടെ നിന്നൊക്കെയോ ഉണ്ടായ ചില ടീച്ചിങ്സ്, ചില ഗ്രൂമിങ്സ് ഇവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ തീവ്ര വലതുപക്ഷ നിലപാടുള്ള അമേരിക്കൻ സൈഡിൽ നിന്നാവാം. എനിവേ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ട് ഇതാണ് വിവരങ്ങൾ. നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ജോനാസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വളരെ ഊഷ്മളമായ സ്വീകരണം നൽകി. നോർവേയിൽ 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നോർഡിക് സബ്മിറ്റിലും അതേപോലെ നോർവേയിലും കാലുകുത്തുന്നത്. എന്താണ് നോർവേയിൽ നിന്ന് നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോർവേ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നോർവേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന പോലെയാണ്. അവരുടെ കയ്യിൽ നല്ല രീതിയിൽ ഫണ്ടുണ്ട്. അതേപോലെ ഈ നാറ്റോ രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ സൊവറൈൻ ഫണ്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യവും നോർവേയാണ്. ഇപ്പം ഇസ്രായേലിൽ നിന്നൊക്കെ പിൻവലിച്ച ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇപ്പം ഇന്ത്യയിലേക്ക് വരും. $100 ബില്യൺ എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല. നോർഡിക് സബ്മിറ്റ് അഡ്രസ്സ് ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇറ യുദ്ധത്തിൻ്റെതല്ല, ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യാനുള്ളതല്ല, ടെക്നോളജി ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഗ്രീൻ എനർജിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും ആ മാതൃകയിൽ ഡിപ്ലോമാറ്റിക്കലി ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കേണ്ട ഒരു യുഗമാണ് എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ മെസ്സേജ്. ഈ സെയിം മെസ്സേജ് തന്നെ ഇന്നലത്തെ നോർഡിക് സബ്മിറ്റിൽ കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങളും രജിസ്റ്റർ ചെയ്തത്. കളക്റ്റീവ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് വെപ്പണൈസേഷൻ ഓഫ് ഡിപ്ലോമസി, ട്രേഡ് ആൻഡ് ടെക്നോളജി. ഇപ്പം ഇത് ഓസ്ലോയിൽ ഇന്നലെ നടന്ന സബ്മിറ്റിൽ വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട മെസ്സേജാണ്. ഇതിനകത്ത് വെപ്പണൈസേഷൻ ഓഫ് ഡിപ്ലോമസി, ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കക്കെതിരെയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോദി പറഞ്ഞതും അമേരിക്കക്കെതിരെയാണ്, നാറ്റോ അത് ഏറ്റുപിടിച്ചതും അമേരിക്കക്കെതിരെയാണ്. ഈ താരിഫിൻ്റെ പേരിൽ ഡിപ്ലോമസിയെ വെപ്പണൈസ് ചെയ്ത് ഉപയോഗിച്ചത് ട്രംപാണ്. അതിനെതിരെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. 43 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നോർവേയും ഇന്ത്യയും തമ്മിൽ ഒരു ബൈലേറ്ററൽ ടൈസ് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തലക്കെട്ട്. ഇറാനാണെന്നുണ്ടെങ്കിൽ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട്, പെഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് മിലിറ്ററി അതേപോലെ പ്ലസ് ടോൾ കളക്ഷൻ, ഈ 2 വിഷയങ്ങളും ഈ അതോറിറ്റി നിയന്ത്രിക്കും. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോഴും ഇറാൻ്റെ കൺട്രോളിലാണ് എന്ന് ഇറാൻ വിളിച്ച് പറയുകയാണ്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ഹയസ്റ്റ് ഹോണററി അവാർഡ് നോർവേ നൽകിയിട്ടുണ്ട്. നോർവേയുടെ രാജാവ് കിങ് ഹറാൾഡാണ് ഇത് ഡയറക്റ്റായിട്ട് മോദിക്ക് കൈമാറിയത്. നാസയുടെ JPL ഡയറക്ടർ ലോറി ലെഷിൻ അവർ ഇന്ത്യയുടെ ISROയെ അഭിനന്ദിച്ച് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നാസയും ISROയും കൂടി ചേർന്നിട്ട് നിസാർ സാറ്റ് ഓർബിറ്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് അത് വിക്ഷേപിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ പകർത്തി നൽകുന്നുണ്ട്. എന്താണോ അതിൻ്റെ ദൗത്യം അത് കൃത്യമായിട്ട് അത് നിറവേറ്റുന്നുണ്ട്. ഇമേജുകളൊക്കെ വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ നിസാർ സാറ്റ് എടുത്ത് അമേരിക്കയിലെ നാസയ്ക്കും അതേപോലെ തന്നെ ഇന്ത്യക്കും അയക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ വിജയകരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയതിനെ തുടർന്നാണ് ഈ അപ്രിസിയേഷൻ നാസയിൽ നിന്നും ISROയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് നാസ ISROയെ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഡൽഹി ബേസ്ഡ് കമ്പനിയായ വായുമണ്ഡൽ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ കമ്പനി FPV ഡ്രോൺ നിർമ്മിച്ച് ഇന്ത്യൻ ആർമിക്ക് ട്രെയിനിങ് ബേസിസിൽ കൈമാറിയിട്ടുണ്ട്.
അതായത് അത് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ FPV ഡ്രോൺ നിർമ്മാണത്തിൽ ഈ കമ്പനിക്ക് DRDO ഓർഡർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ FPV ഡ്രോൺ നിർമ്മിച്ച് ആർമിക്ക് കൈമാറിയിരിക്കുന്നത് ഈ കമ്പനി. ഇറാന് എണ്ണ വിൽക്കാനുള്ള ഒരു പെർമിഷൻ അമേരിക്ക താൽക്കാലികമായിട്ട് കൊടുത്തേക്കും. ഇറ്റ് മീൻസ് അവരുടെ സാങ്ഷൻസ് അഥവാ ഉപരോധം താൽക്കാലികമായിട്ട് മരവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അമേരിക്കയുടെ ട്രംപിൻ്റെ ഒരു ഗതികേടെ. ഇന്ത്യ എന്തായാലും രണ്ടും കൽപ്പിച്ച് റഷ്യൻ എണ്ണ വാങ്ങിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉറപ്പിച്ച തീരുമാനമാണ്. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ഡീല് സ്റ്റക്കായിരിക്കുകയാണ്. അതുപോലെ തന്നെ Su-57 ബന്ധപ്പെട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല. F-35 നമ്മൾ വാങ്ങിക്കുന്നില്ല. നമ്മളുടെ AMCA പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഏത് ഫൈറ്റർ ജെറ്റിനാണ് ഇന്ത്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇന്ത്യയുടെ സ്ക്വാഡ്രൺ ഷോർട്ടേജ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് വളരെ ക്വിക്കായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. M777A2 ഹോവിറ്റ്സേഴ്സും അതേപോലെ AH-64E അപ്പാഷെ ഹെലികോപ്റ്റേഴ്സും ഈ 2 കാറ്റഗറി ഓർഡേഴ്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് വൈകാതെ ആ ഒരു സെയിൽ ഇന്ത്യയിലേക്ക് നടത്തും. നമ്മൾ അമേരിക്കയെ എപ്പോഴും ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അമേരിക്കയുടെ സൈഡിൽ നിന്ന് 1-2 സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർഡർ ചെയ്യുക. അപ്പോൾ അതിൽ അമേരിക്ക ഇന്ത്യ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവർ കണ്ണടച്ച് മുന്നോട്ട് പൊയ്ക്കോളും. അവർക്ക് വേണ്ടത് ജസ്റ്റ് അവരുടെ രാജ്യത്തിലേക്ക് കുറച്ച് പൈസ പോകണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് വളരെ ഫ്രീ മൈൻഡോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കണം. ഇച്ചിരി പൈസ കുറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള ഒരു സാധനമായിരിക്കും. അത് നമ്മൾ അമേരിക്ക എടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആവും. എല്ലാ കാലത്തും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിഫൻസ് കോഓപ്പറേഷൻ ഇങ്ങനെ നിലനിന്ന് പോകും. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അതേസമയം നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇറാൻ്റെ അടുത്ത് എണ്ണ വാങ്ങിച്ചാൽ പോലും ഒന്നും പറയാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ നമ്മൾ എല്ലാ കാര്യവും നമ്മളുടെ താല്പര്യത്തിന് ഒരു പിടിവാശിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അമേരിക്ക അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കും അത് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. എനിവേ, ഇപ്പം എന്തായാലും AH-64 അപ്പാഷെ ഹെലികോപ്റ്ററും അതേപോലെ ഹോവിറ്റ്സേഴ്സും അതിൻ്റെ സെയിൽ നോട്ട് ക്ലിയർ ചെയ്തിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും. അപ്പോൾ അത് അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് അത് ഇന്ത്യയിലേക്ക് വരും. അതേപോലെ ഇന്ത്യയുടെ സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് S-400 സ്ക്വാഡ്രൺ, നെക്സ്റ്റ് സ്ക്വാഡ്രൺ വിത്തിൻ 1 വീക്കിൽ ഇന്ത്യയിലെത്തും. റഷ്യയിൽ നിന്നാണ് വരുന്നത് S-400. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കമ്പനി ക്രൊയേഷ്യയിൽ ഒരു ഓർഡർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു റെയിൽവേ പ്രോജക്റ്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 7,544 കോടി രൂപയുടെ കരാറാണിത്. 7,544 കോടിയുടെ കരാർ. ഡ്യൂഗോ സീലോ ടു നൊവാസ്ക എന്ന് പറഞ്ഞ റൂട്ടിലേക്കുള്ള റെയിൽവേ പ്രോജക്റ്റാണ് ഈ ഇന്ത്യൻ കമ്പനി നേടിയിരിക്കുന്നത്. GE എയറോസ്പേസ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി ഇന്ത്യക്കുള്ളിൽ അഡീഷണൽ ആയിട്ട് 100 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. ഈ GE കമ്പനിക്ക് ഇന്ത്യക്കുള്ളിൽ ഓൾറെഡി തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഏതാണ്ട് 410 കോടിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്കുള്ളിലുണ്ട്. അതിനോടൊപ്പമാണ് അഡീഷണൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും കൂടി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് GE കമ്പനി. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഡിലേ, നമ്മളുടെ തേജാസ് MK ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിൻ സപ്ലൈയിൽ വന്ന ഡിലേ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ 100 കോടി രൂപ പ്രോപ്പറായിട്ട് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇത് ജസ്റ്റ് പ്രപ്പോസലാണ്. കാരണം മറ്റുള്ള പല കമ്പനികളെ നമുക്ക് വിശ്വസിക്കാം, ഈ അമേരിക്കൻ കമ്പനീസിനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മറ്റുള്ള ഇപ്പോൾ ആപ്പിൾ പോലത്തെ കമ്പനികളൊക്കെ നമുക്ക് വിശ്വസിക്കാം. കാരണം അവർ എല്ലാ വർഷവും കൃത്യമായിട്ട് അവരുടെ മോഡലുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. എല്ലാ സെപ്റ്റംബറിലും ആപ്പിൾ ഫോൺ ഇറങ്ങും. അതേപോലെ ഇന്ത്യക്കുള്ളിൽ അവർ മാർക്കറ്റ് കൈയടക്കണം എന്നുണ്ടെങ്കിൽ പല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ സാധനങ്ങൾ ഇറക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതുപോലെയല്ല ഇങ്ങനത്തെ എഞ്ചിൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളുടെ അവസ്ഥ. ടെക്സ്മാക്കോ എന്ന് പറഞ്ഞ കമ്പനി 4,045 കോടിയുടെ ഓർഡർ സെക്യൂർ ചെയ്തിരിക്കുകയാണ്. അതായത് ട്രെയിൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണിത്. അതിനോടൊപ്പം മെയിൻ്റനൻസ് വിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓർഡറും കൂടി വന്നിട്ടുണ്ട്. അതായത് സപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ മെയിൻ്റനൻസും കൂടി നമ്മൾ നോക്കും. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കമ്പനിക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. കൊൽക്കത്ത ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞ നമ്മളുടെ ആ ഒരു സക്സസ്ഫുൾ മിഷനിൽ നിന്നും ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ പ്രോബ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഡ്രില്ല് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇന്ത്യയുടെ ആസ്ട്രോനാട്സിന് വേണ്ടിയിട്ട് അണ്ടർ വാട്ടർ ഹാബിറ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് അത് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുകയാണ്.
അതായത് കടലിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് ആഴത്തിൽ അങ്ങ് ടൈറ്റാനിക് ഒക്കെ കിടക്കുന്ന ആ ഒരു രീതിയിലല്ല. ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ലോവർ ഗ്രാവിറ്റി പോർഷനിലാണ് ഈ ഹാബിറ്റാറ്റ് അവർ ഒരുക്കുന്നത്. അത് ആസ്ട്രോനാട്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റാറ്റ് ഒരുക്കുന്നത്. സ്വീഡൻ ഇന്ത്യയുമായിട്ട് അപ്കമ്മിങ്ങിലിരിക്കുന്ന വീനസ് പ്രോജക്റ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല മേഖലകളിലും സ്വീഡൻ ഇന്ത്യക്കുള്ളിൽ R&D മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റിസർച്ച് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട R&D മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സ്വീഡൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പുള്ള വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല പ്രോജക്റ്റുകളിലും ഇനി സ്വീഡൻ ഇന്ത്യക്കുള്ളിൽ പ്രത്യക്ഷപ്പെടും. വെസ്റ്റ് ബംഗാൾ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യ ഫെൻസിങ് ഇടേണ്ട സ്ഥലങ്ങൾ ഇന്ത്യക്ക് കൈമാറുമെന്ന് വാഗ്ദാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്ക് പാലിക്കണം. ജസ്റ്റ് വാഗ്ദാനം പറഞ്ഞിട്ട് പോയാൽ പോരാ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിതിൻ 45 ഡേയ്സിൽ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട ബോർഡർ തർക്കങ്ങൾ പരിഹരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫെൻസിങ് ഇടാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്. ആ ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. എനിവേ ഈ 45 ദിവസത്തിൽ മാക്സിമം നമുക്കൊരു 700 കിലോമീറ്ററാണ് ഫെൻസിങ് ഇടാൻ പറ്റാത്ത മേഖലകൾ. ആ മേഖലകളെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിവേ ലെറ്റ് us see. എന്തായാലും ഇങ്ങനെ പറയാനുള്ള ഒരു പ്രൈം മിനിസ്റ്ററോട് ഉണ്ടായത് നല്ല കാര്യം. പിന്നെ ഒരു കോമഡി വരുന്നത്, ഈ അമേരിക്കയൊക്കെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സില്ലി മെൻറ്റാലിറ്റി ആണോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ നാട്ടിലും ഈ ഇവാഞ്ചലിസ്റ്റ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ ഈ ട്രംപിൻ്റെ ഡെലിഗേഷൻ ചൈനയിൽ എത്തിയ സമയത്ത് അവരോടൊപ്പം ഒരു ഇവാഞ്ചലിസ്റ്റ് ഉപദേശിയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഇവാഞ്ചലിസ്റ്റ് എന്ന് പ്രത്യേകിച്ച് നോക്കണ്ട, ഈ ഗോസ്റ്റിൽ വിശ്വാസമുള്ള ആൾക്കാരെ എല്ലാം മൊത്തത്തിൽ ഞാൻ പറയുകയാണ്. അപ്പം ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വല്ലാത്ത രീതിയിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ചൈനയിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റുകൾ ഇൻക്ലൂഡിങ് വിലപിടിപ്പുള്ള ഫോണുകൾ, സെൽഫോണുകൾ വരെ അവർ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ചൈനയിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റുകൾ ഒന്നും തന്നെ ഒരു മൊട്ടുസൂചി പിന്ന് പോലും ട്രംപിൻ്റെ ഡെലിഗേഷൻ കൊണ്ടുപോയിട്ടില്ല. അവരെല്ലാം തന്നെ ആ എയർക്രാഫ്റ്റിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇത് ആ രാജ്യത്തോട് അവർ കാണിക്കുന്ന അവഗണനയാണ്. അത് നമ്പർ 1. പക്ഷേ അന്ന് ഗ്ലോബലി ഇത് ഡിസ്കസ് ചെയ്യപ്പെട്ടത് ചൈനയിൽ നിന്നും ഏതെങ്കിലുമൊക്കെ സ്പൈ ഡിവൈസുകൾ വെച്ചിട്ട് ഇവരുടെ മറ്റൊരു സൈഡിലുള്ള ചർച്ചകളൊക്കെ ചോർത്തിയെടുക്കാനും ഒപ്പിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് സ്പൈ വർക്ക് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചത് എന്നാണ് വാർത്ത വന്നിരുന്നതെങ്കിൽ, ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത വരുന്നത്, ഇവർ ചൈനയിൽ നിന്നും ഉള്ള ഗോസ്റ്റ് പേടി കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത്. ട്രംപിനോടൊപ്പം ഉണ്ടായിരുന്ന ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞതിനനുസരിച്ച് ഇതിനുള്ളിൽ മറ്റേ കൂടോത്രം മാതൃകയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനാണ് കമാൻഡ് ചെയ്തതെന്നാണ് കേൾക്കുന്നത്. അപ്പം അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഉപദേശി, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതം ഏത് വിധത്തിലാണ് കടന്നു കയറുന്നത്, ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ എത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇത് ഏത് മതത്തിനും ഇത് സ്യൂട്ടബിളാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് മാത്രമല്ല, ഹിന്ദുക്കളിലും ഇതേപോലത്തെ ബിലീഫ് സിസ്റ്റം ഉണ്ട്, ഇസ്ലാമിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം. പക്ഷേ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പല നയതന്ത്ര ചർച്ചകളും പരാജയപ്പെടും. എനിവേ ഇപ്പം ഇതും പരാജയപ്പെട്ടിരിക്കുകയാണ്, ചൈന ചർച്ചയും. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.